എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ലോകത്ത് എവിടെയും ഉപയോഗിക്കാൻ തരത്തിലുള്ള വിസ ഇൻഫിനിറ്റ് വേരിയന്റിൽ വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഈ കാർഡിൻ്റെ പേരാണ് IDFC ഫസ്റ്റ് വൗ ക്രെഡിറ്റ് കാർഡ്. ഈ കാർഡിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർഡ് ഉടമകളിൽ നിന്ന് ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ ബാങ്ക് ഈടാക്കുന്നില്ല. ആയതിനാൽ ഈ കാർഡ് ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അതായത് ആജീവനാന്ത സൗജന്യ ക്രെഡിറ്റ് കാർഡാണ്. കൂടാതെ ഇതൊരു സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ച FDക്ക് മുകളിൽ ആ FDയെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നൽകുന്ന ക്രെഡിറ്റ് കാർഡാണ് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ. ഇത് പ്രധാനമായും ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറുകൾ ഉള്ളവർക്കായി ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന കാർഡാണ്. കാർഡിനായി നിക്ഷേപിക്കുന്ന FDക്ക് 7.25% പലിശ ബാങ്ക് നൽകുന്നുണ്ട്. FD മൂല്യത്തിൻ്റെ 100% വരെ പിൻവലിക്കാനുള്ള അവസരം ഈ കാർഡ് നൽകുന്നുണ്ട്. സ്ഥിര നിക്ഷേപത്തിന് ഒരേ സമയം പലിശ നേടുന്നതിനോടൊപ്പം 45 ദിവസം വരെ പലിശയില്ലാതെ ക്രെഡിറ്റ് ലഭിക്കും. ഈ കാർഡ് ലഭിക്കാനുള്ള FDക്കായി IDFC ഫസ്റ്റ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഒരു പ്രത്യേക ലിങ്ക് വഴി ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് വഴിയോ പൈസ നിക്ഷേപിച്ചാൽ മതി. FD ക്ലോസ് ചെയ്യുമ്പോൾ തുക ഏത് അക്കൗണ്ടിൽ നിന്നാണോ നിക്ഷേപിച്ചത് അതേ അക്കൗണ്ടിലേക്ക് പൈസ തിരിച്ചു വരുന്നതായിരിക്കും. ക്രെഡിറ്റ് കാർഡ് ബില്ല് മുഴുവൻ അടച്ചു തീർത്താൽ മാത്രമേ FD ക്ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, സ്ഥിര വരുമാനമില്ലാത്തവർ എന്നിവർക്ക് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു കാർഡാണിത്. ഫോറക്സ് മാർക്കപ്പ് ഫീസ് ഇല്ല എന്നൊരു മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഫോറക്സ് മാർക്കപ്പ് ഫീസ് എന്താണെന്ന് അറിയണമെന്നില്ല. വിദേശത്തുള്ള ചെലവുകൾ കൂടുതൽ ലാഭകരമാക്കുന്നതിന് വേണ്ടി, അതായത് നമ്മളിപ്പോൾ വിദേശത്ത് ടൂർ പോവുക അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഒരു ബാങ്കിൻ്റെ കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഒരു മാർക്കപ്പ് ഫീസ് നൽകേണ്ടതുണ്ട്. ഇത് അധിക കാർഡുകൾക്കും 3% അതല്ലെങ്കിൽ 3.5% ആയിട്ടാണ് ഉള്ളത്. ഈ കാർഡിന് 0% ഫോറക്സ് മാർക്കപ്പ് ഫീസാണ് ബാങ്ക് ഈടാക്കുന്നത്. പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, മാർക്കപ്പ് ഫീ 0%. അതുപോലെ തന്നെ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാർഡുകൾ വളരെ വിരളമായിട്ട് മാത്രമേ ക്രെഡിറ്റ് കാർഡ് കാറ്റഗറിയിൽ മൊത്തമായി എടുത്തു നോക്കിയാൽ കാണാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കാർഡ് ഉപയോഗിച്ചുള്ള ഓരോ പർച്ചേസിനും 150 രൂപയുടെ ഓരോ പർച്ചേസിനും 4 പോയിന്റുകളാണ് ബാങ്ക് നമ്മൾക്ക് നൽകുന്നത്. 150 രൂപയുടെ ഓരോ പർച്ചേസിനും, അതായത് കാർഡ് ഉപയോഗിച്ചുള്ള പർച്ചേസിന് 4 പോയിന്റുകളാണ് ലഭിക്കുന്നത്. ഒരു പോയിന്റിന്റെ വാല്യൂ 25 പൈസയാണ്. ഇൻഷുറൻസ് പേയ്മെന്റ്, യൂട്ടിലിറ്റി പേയ്മെന്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നില്ല. അത്തരത്തിലുള്ള പേയ്മെന്റുകൾക്ക് 1 പോയിന്റാണ് ലഭിക്കുന്നത്. 150 രൂപയ്ക്ക് 25 പൈസയാണ് റിവാർഡ് പോയിന്റ് ആയിട്ട് ഇൻഷുറൻസിനും അതുകൂടാതെ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്സിനും ലഭിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഫ്യൂൽ ട്രാൻസാക്ഷൻ, EMI ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോവൽ എന്നിവയ്ക്ക് റിവാർഡ് പോയിന്റ് ലഭിക്കുന്നതല്ല. ഓരോ റിവാർഡ് പോയിന്റ് റിഡംഷനും 99 രൂപ പ്ലസ് ടാക്സ് ബാങ്ക് ചാർജ് ഈടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതുപോലെ തന്നെ റിവാർഡ് പോയിന്റുകൾക്ക് അൺലിമിറ്റഡ് വാലിഡിറ്റി ലഭിക്കുന്നു. കൂടാതെ റിവാർഡ് പോയിന്റുകൾ ഓൺലൈൻ ഷോപ്പിംഗിനും ഗിഫ്റ്റ് വൗച്ചറുകളുമായിട്ട് തത്സമയം തന്നെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളത് പ്രത്യേകത കൂടി ഈ കാർഡിനുണ്ട്. ഈ കാർഡിന് ഡോക്യുമെന്റേഷനോ ക്രെഡിറ്റ് സ്കോർ പരിശോധനയോ ഇല്ല എന്നുള്ളതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും സ്വന്തമാക്കാൻ കഴിയും. ഇത് ഒരു വിസ വേരിയന്റിൽ വരുന്ന കാർഡ് ആയതുകൊണ്ട് ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് UPI ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ബാങ്ക് ഇപ്പോൾ UPI ട്രാൻസാക്ഷൻ വളരെ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ കാർഡ് ലഭിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള ഒരു റുപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് കൂടി ബാങ്ക് അനുവദിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ മാത്രമേ ആ കാർഡിന് അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. കാരണം ഈ കാർഡിന് ഇയർലി 199, അതായത് 199 രൂപ പ്ലസ് ടാക്സ് ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം ഈ കാർഡിന് അപ്ലൈ ചെയ്യുക. കൂടാതെ ഈ സിനിമ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ 50% വരെയുള്ള കിഴിവ്, അതുപോലെ തന്നെ അവിടെയുള്ള ഫുഡ് കോമ്പോസിന് 200 രൂപ വരെയൊക്കെ കിഴിവും ലഭിക്കുന്നുണ്ട്. വിസ വേരിയന്റിൽ വരുന്ന കാർഡായതുകൊണ്ട് തന്നെ വിസ കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ഓഫറുകൾ ഈ കാർഡുകളിൽ നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. മറ്റു ബാങ്കുകളുടെ കാർഡുകളൊന്നും നൽകാത്ത ഒരു പ്രത്യേക ഓഫർ കൂടി IDFC ബാങ്ക് ഈ കാർഡിന് നൽകുന്നുണ്ട്. അതായത് വർഷത്തിൽ 4 തവണ വരെ 1399 രൂപയുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഈ കാർഡിന് നൽകുന്നുണ്ട്. കൂടാതെ 2 ലക്ഷം രൂപയുടെ വ്യക്തിഗത അപകട ഇൻഷുറൻസ് കവറേജ്
ബാങ്ക് ഈ കാർഡിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാർഡ് നഷ്ടപ്പെട്ടു പോയാൽ 25,000 രൂപയുടെ കവറേജും നൽകുന്നുണ്ട്. ഈ കാർഡ് നേടാനുള്ള യോഗ്യതകൾ 18 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരായിരിക്കണം, ഇന്ത്യയിൽ സ്ഥിരവിലാസമുള്ള ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, IDFC ഫസ്റ്റ് ബാങ്കിൽ കുറഞ്ഞത് 20,000 ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ കണക്കാണ് 20,000 എന്നുള്ളത്. അത് ചിലപ്പോൾ അത് കൂടാം, അത് ചിലപ്പോൾ 10,000 വരാം. ഇപ്പോൾ IDFC ബാങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് നേടുന്നതിന് 20,000 രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് ആവശ്യം. NRIകൾക്കും ഈ കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരും അതുപോലെ തന്നെ IDFC ബാങ്കിൽ 25,000 രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ്. NRIകൾക്ക് 25,000 രൂപയാണ് കുറഞ്ഞ ഫിക്സഡ് ഡിപ്പോസിറ്റ് തുക. സാധാരണക്കാർക്ക് 20,000 രൂപയും NRIകൾക്ക് 25,000 രൂപയുമാണ്. NRIക്ക് സാധാരണ ക്രെഡിറ്റ് കാർഡുകൾ ബാങ്കുകൾ കൊടുക്കാറില്ല. അത് FD കാർഡ്, സെക്യൂർഡ് കാർഡുകൾ മാത്രമേ കൊടുക്കാറുള്ളൂ. ഈ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഒരു ബാങ്ക് കൊടുക്കുന്നത് ഇവരാണ്, ഈ IDFC ബാങ്കാണ്. NRIക്ക് ഒരു ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഈ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡായി നമ്മൾ ഈ IDFC ക്രെഡിറ്റ് കാർഡ് നൽകുന്നുണ്ട്. അതിന് കുറഞ്ഞത് 25,000 രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് അവർ ആവശ്യപ്പെടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ പെട്ടെന്ന് കാർഡൊന്നും ലഭിക്കാത്ത NRSന് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, വിദേശത്തൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കാനും മറ്റൊക്കെ പോകില്ല, അപ്പോൾ ആ സമയത്തൊക്കെ ഉപയോഗിക്കുന്നതിന് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ വീട്ടമ്മമാർക്ക്, അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ് മുതിർന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ചില കാർഡുകൾ അപ്ലൈ ചെയ്ത് നമുക്ക് ലഭിക്കണമെന്നില്ല ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ കാർഡിന് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ അപ്രൂവലായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കാർഡ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള ലിങ്ക് നമ്മൾ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത് നല്ലൊരു കാർഡാണ്, വേണ്ടുന്നവർക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു കാർഡുമായിട്ട് നമുക്ക് പിന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.